മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാഖിലെ കാരാഘോഷിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടന്ന വാർത്ത മാധ്യമശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നഗരത്തിലെ വിവിധ ദേവാലയങ്ങളിലായി 450-ലധികം കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണങ്ങളാണ് നടന്നിട്ടുള്ളത്. കാരാഘോഷിൽ നടന്ന ചടങ്ങിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റ് ഹാനോ നിർബന്ധിതമായുള്ള നാടുകടത്തൽ സാഹചര്യങ്ങൾക്കിടയിൽ പതറാതെ മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്തി തങ്ങളുടെ ഉറച്ച വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും പ്രശംസിച്ചു. മാതാപിതാക്കൾ ഉറച്ച വിശ്വാസികളാകുമ്പോൾ ആ കുടുംബം സകല തിന്മകളെയും ചെറുക്കാൻ കഴിവുള്ള ഒരു കോട്ടയായി മാറുമെന്നും ഇത്തരം ആഘോഷങ്ങൾ സഭയ്ക്ക് ആനന്ദം പകരുന്നതാണെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 2014 ഓഗസ്റ്റ് 6 ഐസിസ് ഭീകരർ നിനവേ സമതലം പിടിച്ചെടുത്തപ്പോൾ ഖാരാഘോഷിലെയും പരിസര പട്ടണങ്ങളിലെയും ക്രിസ്ത്യാനികളെ അവരുടെ ചരിത്രപരമായ മാതൃരാജ്യമായ നിനവേ സമതലത്തിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടു. അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവർ വീടുകളും സ്വത്തുക്കളും ഉപേക്ഷിക്കാൻ മടിച്ചില്ല. അവരുടെ വിശ്വാസങ്ങളുടെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു. സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. ആർച്ച് ബിഷപ്പ് ഹനോ മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്നാൽ 2017 ഭൂരിഭാഗം ക്രൈസ്തവരും ഖാരാഘോഷിലേക്ക് മടങ്ങിയെത്തി. ദേവാലയങ്ങളും അവരുടെ ഭവനങ്ങളും പുനർനിർമ്മിച്ച് അവിടെ തുടർന്നു. ഖാരാഘോഷ് ഇറാഖിലെ ഏറ്റവും ക്രൈസ്തവരുള്ള നഗരമെന്നാണ് വിശേഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും 2014 മുമ്പ് വരെ ഏകദേശം 60,000 ക്രൈസ്തവരുള്ള ഇവിടെ ഇന്ന് അത് 30,000 കുറഞ്ഞു. 2021 ഇറാഖിലേക്കുള്ള തൻ്റെ ചരിത്രപരമായ സന്ദർശന വേളയിൽ ഫ്രാൻസിസ് പാപ്പ ഖാരാഘോഷ് സന്ദർശിക്കുകയും ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ കത്തീഡ്രലിൽ വിശ്വാസികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു.